friends, welcome to Toppers World. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് യൂണിറ്റ് 4 ദ ലോസ്റ്റ് ചൈൽഡ്. Take a look at the balloons. There is a letter each on the big balloons. Trace the string of the balloons to the columns given below to get a meaningful word. Color the balloons if you get the correct word. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? കുറേ ബലൂൺസ് കാണാം അല്ലേ? ഈ ബലൂൺസിന്റെ സ്ട്രിങ് എല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു കോളത്തിലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ കോളവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ബലൂൺസിന്റെ ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ആ കോളത്തിലേക്ക് എഴുതുക. ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളം കണക്ട് ചെയ്ത് നിൽക്കുന്ന ബലൂൺ ഏതാണ്? എഫ്. ഇവിടെ എഫ് എന്ന് എഴുതുക. അടുത്തത് എ, നെക്സ്റ്റ് എസ്, TIVAL. എന്താണ്? ഫെസ്റ്റിവൽ. ഓക്കെ, ഫെസ്റ്റിവൽ. അപ്പം നമ്മൾ ഫെസ്റ്റിവൽ എന്നുള്ള നമ്മുടെ മീനിങ് ഫുൾ ആയിട്ട് ഒരു വേർഡ് കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബലൂൺസ് ഒക്കെ കളർ ചെയ്യുക. നമ്മൾ ഈ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ദ ലോസ്റ്റ് ചൈൽഡ് എന്ന ചാപ്റ്റർ ഒരു ഫെസ്റ്റിവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ ചാപ്റ്ററിലെ മീനിങ്സ് നോക്കാം, അർത്ഥങ്ങള്. സമ്മർ ഫെയർ. സമ്മർ ഫെയർ എന്ന് വെച്ചാൽ എന്താ? വേനൽക്കാല മേള. ബുള്ളോക്കാട്ട് കാളവണ്ടി. ഫാസിനേറ്റഡ് ആകൃഷ്ടനായി. പ്ലീഡഡ് അപേക്ഷിച്ചു. യെല്ലൻ അലറി വിളിച്ചു. ഹോക്കർ കച്ചവടക്കാരൻ. മർമഡ് പിറുപിറുത്തു. ഗ്രീഡി അത്യാഗ്രഹി. ഗാർലൻഡ് ഓഫ് ജാസ്മിൻ മുല്ലപ്പൂമാല. റീക്കിംഗ് സൗണ്ട് കിറുഗ്ര ശബ്ദം. ഹിതർ ആൻഡ് ദിതർ അങ്ങോട്ടും ഇങ്ങോട്ടും. സോബിങ് കരയുന്നു. ഓക്കെ, അപ്പൊ ഇത് ഈ ചാപ്റ്ററിൽ നമ്മുടെ മീനിങ്സ് ആണ്. ഫസ്റ്റ് പേജ് എന്താണ്? ദ സമ്മർ ഫെയർ. നിങ്ങൾ ഇവിടെ കാണുന്നതാണ് സമ്മർ ഫെയർ. സമ്മർ ഫെയർ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? വേനൽക്കാല മേള അല്ലെ? മേളയ്ക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? മേളയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവും? ഫെയറിന് പോയാൽ എന്തൊക്കെ കാണാൻ കഴിയും? നമുക്ക് അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, കുറെ ഗെയിംസ് ഉണ്ടാവും, റൈഡ് ഉണ്ടാവും അല്ലെ? കുറേ കാര്യങ്ങൾ ഉണ്ടാവും അവിടെ നമുക്ക് കാണാൻ. അപ്പൊ ഇതൊരു സമ്മർ ഫെയർ ആണ്. It was a summer fair. People walked to the fair ground through the narrow lane. Some of them walked and some rode on horses. Some others came on bullock cart. അപ്പോൾ ഇതൊരു സമ്മർ ഫെയർ ആണ്. അപ്പൊ അവിടെ ഒരു ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അപ്പൊ ആൾക്കാരെല്ലാം കുറേ പേര് വന്നിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. കുറെ പേരൊക്കെ ഹോഴ്സിലാണ് അല്ലെ? കുതിരവണ്ടിയിലാണ്. ചില ആൾക്കാരൊക്കെ എങ്ങനെ വന്നത്? കാളവണ്ടിയിലാണ് വന്നിരിക്കുന്നത്. A little boy ran around his father. He was fascinated by toys and stopped to have a close look at them. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ ക്യാരക്ടർ ആണ് ഒരു കുട്ടി, ഒരു ബോയ് ആണ്, ഒരു ചെറിയൊരു ബോയ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ. അപ്പൊ അവന്റെ പാരന്റ്സിന്റെ കൂടെയാണ് ഈ സമ്മർ ഫെയർ കാണാൻ വന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ അച്ഛന് ചുറ്റും കറങ്ങുകയാണ് അല്ലെ? എന്താണ് അവൻ കണ്ടത്? എന്താ? എന്തോ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. എന്താ കണ്ടത്? അവൻ ടോയ്സ് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആ ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടിട്ട് ടോയ്സിനോട് ആകൃഷ്ടനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അത് കാണാൻ വേണ്ടി, ആ ടോയ്സ് ഒന്നും കൂടി അടുത്ത് കാണാൻ വേണ്ടി ആ ടോയ്സിന്റെ അടുത്ത് പോയി നോക്കുകയാണ്. Come child, come, called his father. He hurried to his parents. I want that toy, he pleaded. അപ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത് നമ്മുടെ കുട്ടീനെ. അച്ഛൻ എന്ത് പറയണ? മോനെ ഇങ്ങോട്ട് വരൂ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അല്ലെ? കം ചൽ കം എന്ന് പറയുകയാണ്. വേഗം അവൻ എന്ത് ചെയ്തു? ആ ടോയ്സിന്റെ അടുത്ത് നിന്ന് അവന്റെ പാരന്റ്സിന്റെ അടുത്തോട്ട് പോയി അല്ലെ? എന്നിട്ട് എന്താ പറയണത്? ഐ വോണ്ട് ദാറ്റ് ടോയ്, എനിക്ക് ആ ടോയ് വേണമെന്ന് അവൻ എന്താ ചെയ്യേണ്ടത്? റിക്വസ്റ്റ് ചെയ്യണം അല്ലെ? അപേക്ഷിക്കുകയാണ്. ഹി പ്ലീഡഡ്. His father looked at him red-eyed. The boy walked away sadly with his parents. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? എന്തെങ്കിലും മറുപടി കൊടുത്തു? എന്തെങ്കിലും റിപ്ലൈ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല അല്ലെ? ഒരൊറ്റ നോട്ടം മാത്രമേ അവനെ നോക്കിയുള്ളൂ. അതായത് എങ്ങനെയാണ് നോക്കുന്നത്? കണ്ണൊക്കെ ചുവപ്പിച്ചിട്ടാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ ദേഷ്യം വന്നിട്ടാണ് നോക്കുന്നത്. കണ്ണ് ചുവക്കുന്നത് എപ്പോഴും നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് കണ്ണൊക്കെ റെഡ് ആവും അല്ലെ? അപ്പൊ കണ്ണ് റെഡ് ആക്കിയിട്ട് നോക്കുക പറഞ്ഞാൽ അവൻ എന്താ ചെയ്യേണ്ടത്? ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പൊ അവൻ മനസ്സിലായി അച്ഛൻ വാങ്ങിത്തില്ല എന്നല്ലേ? അപ്പൊ വളരെ സങ്കടത്തോടു കൂടെ പാരന്റ്സിന്റെ കൂടെ പോവുകയാണ്. ഓക്കെ, വാട്ട് വർ ദ തിങ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ ബോയ് ഇൻ ദ ഫെയർ ഗ്രൗണ്ട്. അപ്പൊ ഈ ഫെയർ ഗ്രൗണ്ടിൽ ആ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതായത് അട്രാക്ട് ആയിട്ടുണ്ടാവുക? എന്തൊക്കെ വേണമെന്നായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ടോയ്സ്, ബലൂൺസ്, റൈഡ്സ് എക്സെട്ര. ഇതെല്ലാം ആ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇഫ് യു വേർ ദർ വാട്ട് വുഡ് യു ഹാവ് ആസ്ക്ഡ് ഫോർ. നിങ്ങളാണ് അവിടെയെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് എന്തൊക്കെ വേണമെന്നായിരിക്കും പറയുക? ടോയ്സ് ആൻഡ് സ്വീറ്റ്സ് അല്ലെ? ഇതെല്ലാം വേണം നമ്മൾ പറയാം ഓരോന്ന് കാണുമ്പോഴും അല്ലെ? ഡു യു തിങ്ക് ദാറ്റ് ചൈൽഡ്സ് പാരന്റ്സ് വിൽ ബൈ ടോയ്സ് ഫോർ ഹിം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിയുടെ പാരന്റ്സ്, ഈ ബോയുടെ പാരന്റ്സ് അവന് ടോയ്സ് വാങ്ങിക്കൊടുക്കും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ അച്ഛൻ ദേഷ്യത്തോടെ അവനെ നോക്കിയെന്ന്. അപ്പൊ ഒരിക്കലും അവന് ടോയ്സ് വാങ്ങിക്കൊടുക്കില്ല. നോ. Why did the father looked at him red-eyed? അപ്പൊ എന്തുകൊണ്ടായിരിക്കും അച്ഛൻ കണ്ണ് ചുവപ്പിച്ച് അവനെ നോക്കിയത്? കാരണം ദേഷ്യം വന്നിട്ടില്ല. He is angry. അവൻ അത് വേണം പറഞ്ഞപ്പോ ദേഷ്യത്തോടെ നോക്കുകയാണ് ചെയ്യുന്നത്. എ സ്വീറ്റ് സെല്ലർ. നെക്സ്റ്റ് പേജില് എ സ്വീറ്റ് സെല്ലർ. നമുക്ക് ഇവിടെ എന്താ കാണാൻ കഴിയുന്നത്? നമ്മുടെ ബോയിന്റെ അവന്റെ പാരന്റ്സ് ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ? അതുപോലെ
എന്താണ് കുട്ടി എന്ത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയുകയാണ്. ഇവിടെ എന്താ കാണുന്നത്? ഒരു ഷോപ്പാണ് അല്ലെ. എന്ത് ഷോപ്പാണിത്? സ്വീറ്റ്സിന്റെ അല്ലെ, മധുര പലഹാരങ്ങളുടെ ഷോപ്പാണ്. ഇവിടെ സ്വീറ്റ് സെല്ലർ വെച്ചാൽ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ആള്. ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി, ജിലേബി, ലഡു, എല്ലിഡേ ഹോക്കർ അറ്റ് ദ എൻട്രൻസ്. അപ്പൊ കയറി പോകുന്ന വഴിയിൽ തന്നെ എന്തുണ്ട്? ഒരു നമ്മുടെ സ്വീറ്റ് സെല്ലർ ഉണ്ട്, നമ്മുടെ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടുന്ന് അയാൾ വിളിച്ചു പറയുകയാണ്, അതായത് കച്ചവടക്കാരൻ വിളിച്ചു പറയാണ് ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി, ജിലേബി എന്ന് പറഞ്ഞിട്ട് ആ വഴി കൂടെ പോണ ആൾക്കാരെല്ലാം കേൾക്കുന്ന വിധത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. He called out at the passers-by. Many colored sweets decorated with leaves of silver and gold were seen. The child stared open-eyed and his mouth watered. അപ്പൊ അങ്ങനെ എന്താ കുറെ ആൾക്കാരൊക്കെ കടയ്ക്ക് മുന്നിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ്. അതെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബോയ് കണ്ടു, ഈ കുട്ടി ആ സ്വീറ്റ്സ് കണ്ട് എന്ത് ചെയ്യണം? വായിൽ വെള്ളം വന്നിട്ട് നിൽക്കുകയാണ് അല്ലെ. സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വായിൽ വെള്ളം വന്ന് നിൽക്കുകയാണ്. Laddu was his favorite sweet. I want that laddu, he murmured. He knew that his parents would say he was greedy. Without waiting for an answer, he moved on. അപ്പൊ അവൻ എന്ത് വേണമെന്നുണ്ട്? ലഡു വേണമെന്നുണ്ട് അല്ലെ. കാരണം എന്താ? ലഡു അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആണ്. അപ്പൊ അവന് ലഡു വേണമെന്ന് അവൻ പറയുകയാണ്. പതുക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ. I want that laddu, he murmured. അവൻ വളരെ പതുക്കെയാണ് പറയുന്നത്. പക്ഷെ അവൻ അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പാരന്റ്സ് എന്ത് പറയും? അവനൊരു ഗ്രീഡിയാണ്, ഒരു അത്യാഗ്രഹിയാണ് എന്ന് പറയുന്ന അവനറിയാം. അതുകൊണ്ട് തന്നെ പാരന്റ്സിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മുന്നോട്ട് മൂവ് ചെയ്ത് വീണ്ടും മുന്നോട്ട് നടന്നുപോയി. ഓക്കെ, അത് അവിടെ തന്നെ നിൽക്കാതെ ഫ്രണ്ടിലോട്ട് വീണ്ടും പോയി. വൈ ഡിഡ് ദ ബോയ്സ് മൗത്ത് വാട്ടേർഡ്? അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടിക്ക് വായിൽ വെള്ളം വരാൻ കാരണം എന്താണ്? He saw sweets അല്ലെ. കുറേ സ്വീറ്റ്സ് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കണ്ടപ്പോഴാണ് അവന്റെ വായിൽ എന്ത് വന്നത്? വെള്ളം വന്നത് അല്ലെ. Why didn't he ask for laddu? അപ്പൊ അവൻ എന്തുകൊണ്ടാണ് ലഡു അച്ഛനോട് ചോദിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? വാങ്ങിത്തരാൻ പറയാതിരുന്നത് എന്തുകൊണ്ടാ? Because he knew that his parents would say he was greedy. അവൻ അറിയായിരുന്നു അല്ലെ, അത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന്. What is your favorite sweet? അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് സ്വീറ്റ് ഏതാണ്? നിങ്ങളുടെ ഫേവറേറ്റ് സ്വീറ്റ് ഏതാ? അത് ഇവിടെ എഴുതുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ജിലേബി എന്നാണ്. Why didn't the boy wait for an answer? എന്തുകൊണ്ടാണ് കുട്ടി പാരന്റ്സ് ഒരു ആൻസർ ഒന്നും വാങ്ങിത്തരാന്നോ ഇല്ലാന്നോ ഒന്നും പറയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ മൂവ് ചെയ്തത്? എന്തുകൊണ്ടാണ്? കാരണം എന്താ? He knew that his parents would never buy him the sweet. പറഞ്ഞാലും അത് വാങ്ങിത്തരില്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ വെയിറ്റ് ചെയ്യാതിരുന്നത്. നെക്സ്റ്റ് പേജ്. Colors far away. A garland of jasmine, a garland of jasmine, a flower seller shouted. ആരാണ് ഫ്ലവർ സെല്ലർ എന്ന് വെച്ചാൽ പൂ വിൽക്കുന്ന ആള് അല്ലെ, ഫ്ലവർ സെല്ലർ. അപ്പൊ അയാൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുല്ലപ്പൂമാല. മുല്ലപ്പൂ ഒക്കെ വിൽക്കാൻ വരുന്നവർ എന്ത് പറയും? മുല്ലപ്പൂമാല എന്ന് പറഞ്ഞിട്ട് പറയും അല്ലെ. അപ്പൊ മുല്ലപ്പൂമാല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I want that garland, the child murmured, but without waiting for an answer, he moved on. അപ്പൊ അവൻ എന്ത് ചെയ്യണം? അത് കണ്ടപ്പോ, ആ മുല്ലപ്പൂ വിൽക്കണം അത് കണ്ടപ്പോ എന്ത് തോന്നി? അവൻ അത് വേണം തോന്നുന്നില്ല. അപ്പൊ എനിക്ക് ആ മാല വേണമെന്ന് പറയുകയാണ്. പക്ഷെ അവൻ എല്ലാം അത് പതുക്കെയാണ് പറയണത്. പക്ഷെ ഇതൊന്നും പാരന്റ്സ് ചിലപ്പോ കേൾക്കുന്നേ ഇല്ല അല്ലെ. അവൻ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. A man stood holding a pole with yellow, green, red and purple balloons. The child stood there watching the balloons. He wished to have them all, but he knew that his parents would never buy him the balloons. They would say he was too old to play with such things. So he walked on. അപ്പൊ അവൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ പിന്നെ എന്താ അവൻ കണ്ട? നെക്സ്റ്റ് എന്ത് കണ്ടു? ബലൂൺ വിൽക്കുന്ന ആളെ കണ്ടു അല്ലെ. അയാളുടെ കയ്യില് നിറയെ ബലൂൺ, പല നിറത്തിലുള്ള ബലൂൺസ് ഉണ്ട്. യെല്ലോ, ഗ്രീൻ, റെഡ്, പർപ്പിൾ അങ്ങനെ പല നിറത്തിലുള്ള ബലൂൺസ് ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യണം? അവിടെ നിന്നിട്ട് ആ ബലൂൺസ് ഒക്കെ നോക്കുകയാണ്. അവൻ എന്താണ്? എല്ലാ ബലൂൺസും വേണമെന്ന് അവൻ ആഗ്രഹമുണ്ട് അല്ലെ. അയാളുടെ കയ്യിലുള്ള എല്ലാ ബലൂൺസും വേണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ അവനറിയാം പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞാൽ വാങ്ങിത്തരില്ല എന്ന് അവനറിയാമായിരുന്നു. They would say അപ്പൊ അഥവാ പാരന്റ്സിന്റെ അടുത്ത് അത് വേണമെന്ന് പറഞ്ഞാൽ എന്ത് പറയും അവര്? നീ വലുതായി, ഇത് ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനമാണ് പറയും അല്ലെ. നീ ഒരുപാട് വളർന്നു പോയി, ഇത് വെച്ചൊന്നും നീ കളിക്കണ്ട എന്ന് പറയും. They would say he was too old to play with such things. So he walked on. നീ വലിയ കുട്ടിയായി, ചെറിയ കുട്ടികളാണ് ഇത് വെച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നവൻ അറിയണത് കൊണ്ട് അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും മുന്നോട്ട് പോയി. Will the balloon man give him balloon? അപ്പൊ ബലൂൺ മാൻ അവന് ബലൂൺസ് കൊടുത്തിട്ടുണ്ടാവോ? നോ അല്ലെ, കൊടുത്തിട്ടുണ്ടാവില്ല. What are the other sights you will come across in a festival fair? അപ്പൊ ഇതുപോലുള്ള ഫെസ്റ്റിവൽ ഫെയറിൽ വേറെ എന്തൊക്കെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങള്? ഡിഫറെന്റ് റൈഡ്സ് ആൻഡ് ഗെയിംസ് ഒക്കെ ഉണ്ടാവും അല്ലെ. Why was the boy sure that his parents will never buy him balloons? അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നത് അവൻ ബലൂൺസ് വാങ്ങി തരില്ല എന്ന്? അത്ര ഉറപ്പ് എന്തുകൊണ്ടാ? Because they would say he was too old to play with such things അല്ലെ. അത് അവൻ
വാങ്ങിത്തരുന്ന പറഞ്ഞാൽ എന്ത് പറയും അവര്? നീ വലിയ കുട്ടിയായി, അതെല്ലാം ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാണെന്ന് പറയുന്നത് അവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തില്ല, പറയാതിരുന്നത് അല്ലെ. നെക്സ്റ്റ്, cries unheard. Suddenly he heard a creaking sound nearby. Children were roaring with laughter. He ran to that place. Man, woman and children were riding on a giant wheel in a whirling motion. I want to go on the giant wheel. Please, father, mother, the child pleaded earnestly. അപ്പോഴാണ് കുട്ടി എന്ത് സൗണ്ട് കേൾക്കുന്നത്? ഒരു ക്രീക്കിംഗ് സൗണ്ട് അല്ലെ, എന്തോ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് എന്തിന്റെ സൗണ്ട് ആണോ? ഈ ജയന്റ് വീലിന്റെ സൗണ്ട് അല്ലെ. ജയന്റ് വീൽ എന്ന് വെച്ചാൽ എന്താണ്? ഇത് നിങ്ങൾ കണ്ടിട്ടില്ല? ഇങ്ങനെ റൈഡിനൊക്കെ, ഇങ്ങനത്തെ നമ്മൾ ഫെയറിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല, ഇങ്ങനെ ഒരു വീൽ ഉണ്ട്. അത് മൂവ് ചെയ്യുന്ന മോഷൻ, അതിന് മൂവ്മെന്റ് നമ്മൾ പറയുന്നതാണ് വേളിംഗ് മോഷൻ. വെച്ചാൽ സർക്കിളിലാണ് അത് മൂവ് ചെയ്യുക അല്ലെ. അപ്പൊ അതിന്റെ സൗണ്ട് ആണ് അവൻ കേട്ടത്. അവിടെ എല്ലാ കുട്ടികളും വളരെ സന്തോഷം, ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവനും എന്ത് ചെയ്തു? അങ്ങോട്ട് ആ സൗണ്ട് കേട്ട അടുത്തേക്ക് അവൻ ഓടി. കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റൈഡിൽ കയറുന്നത്. റൈഡാണ് അല്ലെ, ജയന്റ് വീൽ പറഞ്ഞ ഒരു റൈഡ് അല്ലേ. അപ്പൊ ഈ റൈഡിൽ കയറി കളിക്കുന്നൊക്കെ ഉണ്ട്. I want to go on the giant wheel. Please, father, mother, the child pleaded earnestly. അപ്പൊ കുട്ടിക്ക് ആ വീല് അതിൽ കയറണം, ജയന്റ് വീലിൽ കയറണം എന്നുണ്ട്. അപ്പൊ അവൻ അച്ഛൻ്റെ അടുത്ത് അമ്മൻ്റെ റിക്വസ്റ്റ് ചെയ്യണല്ലേ, അപേക്ഷിക്കുകയാണ്. പക്ഷെ അവൻ അത് പതുക്കെയാണോ പറഞ്ഞത്? അല്ല അല്ലെ, ഉറക്കത്തിൽ തന്നെ പറഞ്ഞു എനിക്കതിൽ കയറണം എന്ന് പറയണേ. I want to go on the giant wheel എന്ന് പറഞ്ഞു. പക്ഷേ there was no reply. He turned to look at his parents. പക്ഷെ ഒരു മറുപടിയും കേൾക്കാണ്ടായപ്പോ അവൻ തിരിഞ്ഞു നോക്കുകയാണ്, അച്ഛനും അമ്മയും നോക്കുകയാണ്. They were not there. അവർ രണ്ടാളും ഉണ്ടായിരുന്നില്ല അവിടെ. He looked at both sides. He could not find them there. He looked around. There was no sign of them. അവർ രണ്ടാളും അവന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ചുറ്റും നോക്കുകയാണ് അല്ലെ, അവന്റെ പാരന്റ്സിനെ നോക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് അവരെ കാണാൻ കഴിയുന്നില്ല. Why didn't the child's parents reply to the child's request? അപ്പൊ കുട്ടി റിക്വസ്റ്റ് ചെയ്തപ്പോ അവരുടെ പാരന്റ്സ് എന്തുകൊണ്ടാണ് റിപ്ലൈ ഒന്നും കൊടുക്കാതിരുന്നത്? They were not there. ഇവിടെ ടി ആക്കണം, not there. അവരവിടെ ഉണ്ടായിരുന്നില്ല അല്ലെ. What happened to them? അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നെക്സ്റ്റ് പേജ് നോക്കൂ. A sob. അപ്പൊ കുട്ടിക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. Father, mother, he called aloud. He began to cry in real fear. Tears rolled down from his eyes. He ran hither and thither in all directions. He didn't know where to go. Mother, father, he cried. He ran through the crowd calling out, father, mother. അപ്പൊ കുട്ടി ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അച്ഛനെയും അമ്മനെയും വിളിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഫെയറിലൊക്കെ പെട്ടുപോയാൽ എന്ത് സംഭവിക്കും? പേടിയാവാൻ തുടങ്ങില്ലേ. അപ്പൊ കുട്ടി എന്ത് ചെയ്യണം? വളരെ ചെറിയൊരു കുട്ടിയാണ്. അപ്പൊ അവൻ കരയാൻ തുടങ്ങി. അവന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ഹി ബിഗെയിൻ ടു ക്രൈ ഇൻ റിയൽ ഫിയർ എന്ന് വെച്ചാൽ ശരിക്കും പേടിച്ചിട്ട് അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഹി റാൻ ഹിതർ ആൻഡ് ദിദർ ഇൻ ഓൾ ഡയറക്ഷൻ പറഞ്ഞാൽ അച്ഛനും അമ്മനെയും തെരഞ്ഞിട്ടാണ് എല്ലാ വശത്തിൽ കൂടി ഓടാനൊക്കെ തുടങ്ങി. പക്ഷെ അവരെ കാണാൻ കഴിയുന്നില്ല. അവൻ അച്ഛനും അമ്മനെയും വിളിച്ച് ഈ തിരക്കളുടെ ഇടയിലൂടെ എല്ലാം ഓടി നോക്കുകയാണ്, അച്ഛനും അമ്മനെയും നോക്കുകയാണ്. Will he find his parents over there? അവന് അച്ഛനും അമ്മനെയും കണ്ടെത്തിയും കഴിഞ്ഞിട്ടുണ്ടാവോ? Will anybody help him? അത് വേറെ ആരെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവോ? If you were the child, what would you have done? നിങ്ങളാണ് അവിടെ ആ കുട്ടിയുടെ സ്ഥാനത്ത്, നിങ്ങൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എന്ത് ചെയ്തിട്ടുണ്ടാവും? I try to find help. അല്ലെ, എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലെ, പാരന്റ്സിനെ കണ്ടെത്താൻ. A helping hand. അപ്പൊ ആരോ ഒരാളെ കുട്ടീനെ ഹെൽപ്പ് ചെയ്തു. ആരാണ് നോക്കാം. A man in the crowd heard his cry. He lifted him up in his arms. How did you get here, child? Whose child are you? The man asked. അപ്പൊ അവന്റെ കരച്ചിൽ കേട്ട് ആ കൂട്ടത്തിൽ ഒരാൾ അവന്റെ കരച്ചിൽ കേട്ടു. അവൻ എന്ത് ചെയ്തു? അയാൾ വന്ന് ആ കുട്ടിയെ എടുത്തു അല്ലെ, ബോയിനെ എടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ ചൈൽഡ്? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് കുട്ടി എന്ന് ചോദിച്ചു. ആരുടെ? ഹൂസ് ചൈൽഡ് ആർ യു? നീ ആരുടെ കുട്ടിയാണ് എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്, കുട്ടിയോട് ചോദിക്കുകയാണ്. The child wept bitterly. I want to see my mother. I want to see my father. The man took him to the merry-go-round to soothe him. Would you like to go for a ride? He asked gently. The child sobbed more bitterly. I want my mother. I want my father. The man took him near the balloon man. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാളെ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ. അപ്പൊ ആരുടെ കുട്ടിയാന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി എന്താ റിപ്ലൈ കൊടുക്കണത്? എനിക്ക് അമ്മയെ കാണണം. I want to see my mother. I want to see my father. എനിക്ക് അമ്മയെ കാണണം, എനിക്ക് അച്ഛനെ കാണണം എന്ന് പറയണം അല്ലെ. അപ്പൊ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു? അയാള് മേരി ഗോ റൗണ്ട് റൈഡാണ് അല്ലെ, ആ റൈഡിന്റെ അടുത്തോട്ട് പോയി. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? നിനക്ക് ഈ റൈഡിൽ കയറണോന്ന് ചോദിക്കുകയാണ്. അപ്പൊ കുട്ടി ഒന്നും കൂടെ കരയാൻ തുടങ്ങി. എന്നിട്ട് എന്താ പറയണത്? എനിക്ക് അമ്മയെ വേണം, അച്ഛനെ കാണണം പറഞ്ഞിട്ട് കുട്ടി അതെന്നെ പറഞ്ഞ് കരയുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? The man took him near the balloon man. കുട്ടിയും കൊണ്ട് ബലൂൺ മാന്റെ അടുത്തോട്ട് പോയി അല്ലെ.
Would you like the rainbow colored balloons? He asked. എന്താ ചോദിക്കുന്നത്? നിനക്ക് ആ rainbow colored balloon വേണോ എന്ന് ചോദിക്കുകയാണ്. The child turned his eyes from the flying balloons and continued sobbing, I want my mother, I want my father. അപ്പൊ എന്താ പറയുക, കുട്ടി എന്താ ചെയ്തു, ബലൂൺസ് ഒന്നും നോക്കുന്നില്ല അല്ലെ, ബലൂൺസ് ഒന്നും നോക്കാണ്ട് തേങ്ങി തേങ്ങി കരയുകയാണ്, എനിക്ക് അമ്മയെ വേണം അച്ഛനെ വേണം പറഞ്ഞിട്ട് കരയുകയാണ്. The man took him to the flower seller. അപ്പൊ എന്ത് ചെയ്തു, അയാള് കുട്ടിയും കൊണ്ട് ഫ്ലവർ സെല്ലർ അല്ലെ, പൂ വിൽക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ്, look child, smell those nice flowers, would you like a jasmine garland? ഇതെന്താ പറയാ, നോക്കൂ നോക്കൂ കുട്ടി, ആ ഫ്ലവേഴ്സ് നോക്കുക, ആ ഫ്ലവേഴ്സ് മണത്ത് നോക്കിയേ, നല്ല മണം അല്ലേ, നിനക്ക് ജാസ്മിൻ ഗാർലൻഡ് എന്ന് വെച്ചാൽ എന്താ, മുല്ലപ്പൂമാല വാങ്ങി തരട്ടെ ചോദിക്കുകയാണ്. The child turned his face and continued crying. പക്ഷെ കുട്ടി അതൊന്നും നോക്കുന്നില്ല, എന്താ പറയണത്, I want my mother, I want my father. എനിക്ക് അമ്മയെ വേണം അച്ഛനെ വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. The man took him to the sweet shop. അപ്പൊ എന്ത് ചെയ്തു, അയാൾ കുട്ടിയും കൊണ്ട് സ്വീറ്റ് ഷോപ്പിൽ കൊണ്ടുപോയി അല്ലേ. What sweets would you like child? He asked. നിനക്ക് ഏത് സ്വീറ്റ്സാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്, നിനക്ക് ഏത് സ്വീറ്റാ ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. കുട്ടി അപ്പൊ ഏത് ലഡു വേണമെന്ന് പറഞ്ഞോ, ഇല്ല അല്ലെ. The child turned his face away from the sweet shop and sobbed. കുട്ടി സ്വീറ്റ് ഷോപ്സിലേക്ക് ഒന്നും നോക്കുന്നില്ല, കുട്ടി എന്താണ്, തേങ്ങി തേങ്ങി കരയാണ് അല്ലെ. എന്ത് പറഞ്ഞിട്ടാ കരയണത്, I want my mother, I want my father. എനിക്ക് അമ്മയെ വേണം അച്ഛനെ വേണം അല്ലെ, അവരെ കാണണം എന്ന് പറഞ്ഞിട്ട് കരയാണ്. ഓക്കെ. Who tried to console the child? ആരാണ് കുട്ടിയെ കൺസോൾ ചെയ്യാൻ, എന്താ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്, the man അല്ലെ, കുട്ടിയെ കിട്ടിയ ആ man, ആ ക്രൗഡിൽ നിന്ന് വന്ന അയാളാണ് ആശ്വസിപ്പിക്കുന്നത്, ആ man ആണ് ആശ്വസിപ്പിക്കുന്നത്. Where did the man take the child to? ആ കുട്ടിയെ എവിടെ നിന്നാണ് അയാൾക്ക് കിട്ടിയത്, from the crowd, ക്രൗഡിന്റെ ഇടയിൽ നിന്ന് അല്ലെ. Why did the child refuse the man's offer? അയാൾ കൊടുത്തത് ബലൂൺസ് വേണോ സ്വീറ്റ്സ് വേണോ അങ്ങനെ അയാൾ കൊടുത്ത ഓഫർ എല്ലാം വേണ്ടാന്ന് വെക്കാൻ കാരണം എന്താണ്, because he is really afraid and he want his mother and father. കാരണം കുട്ടി ഭയങ്കരമായി വളരെയധികം പേടിച്ചു പോയി അല്ലേ, അതുമല്ല അവന് അമ്മയും കാണണം അച്ഛനെയും കാണണം എന്ന് മാത്രമേ അവന് തോന്നുന്നുള്ളൂ, ഭയങ്കരമായി അവൻ പേടിച്ചു പോയത് കൊണ്ടാണ് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പൊ ഇവിടെ നോക്കൂ, കുട്ടിക്ക് ആദ്യം ഇതെല്ലാം വേണമെന്നുണ്ടായിരുന്നു അല്ലെ, സ്വീറ്റ് വേണം, ടോയ്സ് വേണം, ബലൂൺ വേണം, എല്ലാം വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഒന്നും വേണ്ട, അച്ഛനെയും അമ്മനെയും മാത്രം മതി എന്നാണ് പറയണത്. കാരണം അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോയ് അവന്റെ അച്ഛനെയും അമ്മനെയും സ്നേഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടമായി, ദ ലോസ്റ്റ് ചൈൽഡ് ഇവിടെ നമ്മുടെ സ്റ്റോറി ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ സ്റ്റോറി. അപ്പൊ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായോ, കഥ എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പൊ സ്റ്റോറി ഇഷ്ടമായാൽ, നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്